എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി കേട്ടോ. വേറെ ആരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കമൻറ്റ് ചെയ്ത എല്ലാവരെയും എനിക്കൊന്ന് ഹഗ് ചെയ്യാൻ തോന്നിയിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ആ ഷോർട്സ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം കണ്ട ഒരു റീലിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇട്ടത് കേട്ടോ. പക്ഷേ അതിനകത്ത് കമൻറ്റ് ചെയ്ത ഓരോരുത്തരും എനിക്കെന്താ പറയുക, എൻ്റെ സ്വന്തം പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ റിയലൈസ് ചെയ്ത കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. അതായത് സ്വയം ഹീൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടായിരുന്നു. പക്ഷേ അതിൽ വന്ന് കമൻറ്റ് ചെയ്ത ആളുകൾ കുറേ പേര് ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കുറേ പേര് ആ സ്റ്റേജ് കഴിഞ്ഞവരുണ്ട്, അല്ലെങ്കിൽ ആ സ്റ്റേജിൽ എത്തി നിൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അല്ലെങ്കിൽ അവരൊക്കെ എനിക്ക് ഞാനാണെന്ന് തോന്നിപ്പോയി, അല്ലെങ്കിൽ അവരിലൊക്കെ ഞാൻ എന്നെ തന്നെ കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ കമൻറ്റ് വായിക്കുമ്പോഴും എനിക്കിങ്ങനെ ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു, എനിക്ക് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ വീഡിയോ ഇട്ടിട്ട് ഞാൻ പിന്നെ കുറച്ച് സമയത്തിന് ശേഷമാണ് അതിൻ്റെ കമൻസ് നോക്കുന്നത്. പക്ഷെ ആ വീഡിയോ ഇടുമ്പോൾ പോലും ഇത്രയേറെ കമൻസ് അതിൽ വരുമെന്നോ, അല്ലെങ്കിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് ഇനി ഇവർക്ക് മനസ്സിലാവുമോ എന്നുള്ളത്. പക്ഷേ ഇത്രയേറെ കമൻസ് അതിൽ വരുമെന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഈ ലോകത്ത് ഓരോ മനുഷ്യരും ഓരോ പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നവരായിരിക്കും അല്ലേ. അതില്ലാത്ത മനുഷ്യന്മാരൊന്നും ഇല്ല. എങ്കിലും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ പറയും ചിലപ്പോൾ, നീ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നോക്ക്, അവരുടെ പ്രശ്നം നോക്ക്, ഇവരുടെ പ്രശ്നം നോക്ക്, അത്രയൊന്നും നിനക്കില്ലല്ലോ എന്നൊക്കെ. നമ്മൾ ആ ഒരു ഇഷ്യൂയിലൂടെ കടന്നു പോകുന്ന സമയത്തെ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഒരു ആശ്വാസം കിട്ടിയാനെ. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വിഷമങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വലുത് തന്നെയായിരിക്കും. അതങ്ങനെ തന്നെ ആവണമല്ലോ, അല്ലെങ്കിൽ അതിന് വേറെ ആരാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അപ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാലും ഒരു ആശ്വാസത്തിന് വേണമെങ്കിൽ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. എനിവേ, കമൻ്റ് ഇട്ട എല്ലാവരോടും ഒത്തിരി സ്നേഹം. എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആ ഒരു കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ. ഇനിയും ഹീൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹീലാവട്ടെ. ഇനി അങ്ങനൊരു സിറ്റുവേഷനൊന്നും ആർക്കും ലൈഫിൽ ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ നമുക്ക് ദുആ ചെയ്യാം. എന്തായാലും ഇന്ന് രാവിലെ ഞാൻ അഫിയുടെ സ്കൂൾ വരെ പോയേക്കായിരുന്നു. അവൻ്റെ എക്സാം പേപ്പറൊക്കെ ഒന്ന് കണ്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വലിയ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ ഉണ്ട്. 2 23.5 24 അങ്ങനെ എന്തോ ആണ്. ബാക്കി എല്ലാത്തിനും ഫുള്ളുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അവനെ ഇങ്ങനെ പിടിച്ചിരുത്തി പഠിപ്പിക്കലൊന്നുമില്ല. എക്സാമിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡിറ്റേഷനൊക്കെ പറയുമ്പോൾ ഒന്ന് ഇരുത്തി വായിപ്പിക്കാറേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ അതൊരു ബേർഡനായിട്ട് തലയിൽ വെച്ച് കൊടുക്കാറില്ല കേട്ടോ. ആ സ്കൂളിലെ ടീച്ചേഴ്സ് അത്രയും എഫേർട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഇവൻ്റെ പഠിത്തത്തിനെ കുറിച്ചൊന്നും എനിക്കങ്ങനെ ഒരു ടെൻഷനൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ഇന്ന് നമുക്ക് കപ്പയും അതുപോലെ തന്നെ മീൻകറിയാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മച്ചി ഉച്ചയൊക്കെ ആയപ്പോഴേക്കും മീൻകറി ഒക്കെ ഉണ്ടാക്കി വെച്ചു, അതുപോലെ തന്നെ മസാലയൊക്കെ ഇട്ട് വെച്ചു. പിന്നെ വൈകിട്ടാണ് കേട്ടോ കപ്പ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.